ഹലോ ഫ്രണ്ട്സ്, ടിജീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഡ്രം എന്തിനാ ആദ്യം തന്നെ കാണിക്കണേ എന്ന് എല്ലാവരും വിചാരിക്കും. ഈ ഡ്രമ്മിൻ്റെ മൂടി വെച്ചിരുന്ന ഒരു ഐറ്റം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ക്രിസ്തുമസ് ട്രീ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഡ്രമ്മിൻ്റെ മൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഡ്രമ്മിൻ്റെ മൂടിയിൽ ഞാൻ മരക്കൊമ്പുകളാണ് ആദ്യം വെച്ചിരുന്നത്. അപ്പോൾ മരക്കൊമ്പുകൾ എപ്പോഴും നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് കിട്ടില്ല. അപ്പോൾ എങ്ങനെ പോയാലൊരു വളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ആൻറ്റി ചേട്ടൻ്റെ കടയിൽ നിന്ന് അലുമിനിയത്തിൻ്റെ പീസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ പീസുകൾ അവർ സീലിങ് പണിയാനായിട്ട് ഉപയോഗിക്കുന്ന അലുമിനിയം പീസുകളാണ്. അപ്പോൾ നമ്മളുടെ ഈ ട്രീ അഴിക്കുന്നതോട് കൂടെ ഈ പീസുകൾ അവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഡ്രമ്മിൻ്റെ മൂടിയിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഈ കമ്പി കഷ്ണങ്ങൾ ഇറക്കി വെച്ചിട്ട് കടലാസ് കഷ്ണങ്ങൾ വെച്ച് ടൈറ്റ് ചെയ്തേക്കാണ്. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് ആൻറ്റി ചേട്ടനാണ് ചെയ്തു തന്നത്. അപ്പോൾ ഇത് കറക്റ്റ് അകലത്തിലൊക്കെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ട്രീയുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. ഇത് ഞാൻ 3-4 വർഷമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രീ ആയതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ട്രീയുടെ ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് എൻ്റെ ഹൈറ്റിനുള്ള ഒരു ട്രീ ആയിരുന്നു. ഇപ്രാവശ്യം അതിലും ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ ഒരു കമ്പിയിൽ ഞാൻ ആദ്യം ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ മേലെ വെച്ചിട്ട് ഇത് ഈ ട്രീയിൽ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ഐറ്റമാണ് ഈ ക്രിസ്തുമസ് ട്രീ ഉണ്ടാക്കുക എന്നുള്ളത്. ഈ ട്രീ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ആൻചേട്ടൻ വടികൾ വെട്ടിത്തരാറുണ്ട്. പക്ഷേ ആ വടികൾ നമ്മൾ എത്ര സ്ട്രെയിറ്റ് ഉള്ള വടി വേണമെന്ന് വെച്ചാലും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാറില്ല. എങ്ങനെ പോയാലും എവിടെയെങ്കിലുമൊക്കെ ഒരു വളവുണ്ടാവും. കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ക്രിസ്തുമസ് ട്രീക്കൊക്കെ ഭയങ്കര റേറ്റാണ്. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ടാണ് കിട്ടുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ട്രീയിൽ ഒരു 50 കഷ്ണങ്ങൾ തന്നെ ഉണ്ടാവും. ആണ് ഇത്രയും വലിയ റോളായിട്ട് നമ്മളുണ്ടാക്കുന്ന ഓരോ ഐറ്റത്തിനും മറ്റുള്ളവർ നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. അതൊക്കെ മുഴുവനായിട്ട് ഇതേപോലെ തന്നെ ഒരു ചുറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ മാലയിട്ട് താഴ്ത്തുന്ന മുകളിലോട്ടാണ് ചുറ്റുന്നത്. എനിക്ക് കണക്ഷൻ കൊടുക്കാൻ നമുക്ക് നമ്മുടെ ബോൾസൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാം. കനം കുറഞ്ഞ കമ്പി ഞാനിങ്ങനെ എസ് ഷേപ്പിൽ വളച്ചിട്ട് അതിലാണ് ഞാനിതെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു ക്രിസ്തുമസ് ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ക്രിസ്തുമസ് ട്രീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.